അപ്പോൾ 264.6 ടോട്ടൽ കിലോമീറ്റേഴ്സ് 4902. ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രയംഫിലെ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ്. ഇത് പാർട്ട് 2 ആണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ നമ്മൾ ട്രയംഫിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 31ഓളം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ വണ്ടി ഏകദേശം ഒരു 5000 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വഴിയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി ബൈപ്പാസ് നിൽക്കുക. ചങ്ങനാശ്ശേരി ബൈപ്പാസ് വരെ ഒരു 124.7 124.7 ഏകദേശം 125 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു, ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് ഫുൾ ടാങ്ക് പെട്രോളാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇറങ്ങിയപ്പോൾ പിച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എനിവേ നമുക്ക് വീട്ടിലേക്ക് ചെല്ലാം. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ചേർത്തലയിലേക്കാണ് പോകുന്നത്. പോയിട്ട് നമുക്കൊന്നുകൂടെ ഫില്ല് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ അപ്രോക്സിമേറ്റ്ലി ട്രയംഫിന് ഒരു 30 to 31 കിട്ടുന്നുണ്ട് ഏകദേശം. ചിലപ്പോൾ ഇനി അതിൽ കൂടുമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ നോർമലി ക്രൂയിസ് ചെയ്യുന്നത് ഒരു 90 to 100 110 90 to 110 റേഞ്ചിലാണ് ഞാൻ എപ്പോഴും ക്രൂസ് ചെയ്യാറ്. ഇപ്പം എനിക്ക് മാക്സിമം മൈലേജ് കിട്ടുന്നതും അപ്പോഴാണ്. നിങ്ങളിപ്പോൾ കൺസോളിൽ നോക്കിയാൽ അറിയാം. ഇപ്പം ഇൻസ്റ്റന്റേനിയസ് മൈലേജ് ഞാൻ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടേക്കാണ്. ഇൻസ്റ്റന്റേനിയസ് മൈലേജ് ലൈക്ക് ഒരു 20, 30, 31, 32, 34 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് നോക്കണ്ട. എന്നാലും ഈ വണ്ടിയുടെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 90 to 110 ആ ഒരു റേഞ്ചിലാണ്. ആ ഒരു റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് ബിലോ പോയാലും മൈലേജ് കുറയും, എബോ ആയാലും മൈലേജ് കുറയും. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇന്ത്യൻ ഓയിൽ ഒഴിച്ച് ബാക്കി എല്ലാ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കാറുണ്ട്. ഇന്ത്യൻ ഓയിൽ അത്രയ്ക്ക് പോരാ. ഇന്ന് എനിക്ക് ഇപ്പം ഞാനൊരു മൈലേജ് ടെസ്റ്റ് റൺ ചെയ്തിട്ടുണ്ട്. എല്ലാ പമ്പിൽ നിന്നും ഫുൾ ടാങ്ക് അടിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ഇന്ത്യൻ ഓയിൽ ഒഴിച്ച് ബാക്കി ഏതടിക്കുമ്പോഴും അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വണ്ടിക്ക് അടിക്കുന്നത് നോർമൽ പെട്രോളാണ്. നോർമൽ പെട്രോൾ ഈസ് ഇനഫ്. നമ്മള് കൂടുതൽ പവറും പെർഫോമൻസ് കമ്പഷൻ റേഷ്യോ ഈ വണ്ടിയുടെ ഹൈ ആണ് കേട്ടോ. 12 പോയിന്റ് സംതിങ് ആണെന്ന് തോന്നുന്നു. 12 ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടിക്കും പ്രീമിയം പെട്രോൾ അടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ അത്രയും പവർഫുൾ ആണ് ഈ വണ്ടി. ഞാൻ പ്രീമിയം പെട്രോൾ അടിച്ചിട്ടും ചെറിയൊരു റിഫൈൻമെന്റിലുള്ള കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അല്ലാതെ ഈ വണ്ടിയുടെ ഈ ഒരു 6000 8000 ആ ഒരു റേഞ്ചിൽ നിന്നും നോർമൽ പെട്രോളും പവറും സെയിം ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു റേഞ്ചിൽ. പിന്നെ ഓക്കെ, ഒബ്വിയസ്ലി പിക്കപ്പ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഇത് കണ്ട ഈ വണ്ടി നോർമൽ പെട്രോൾ ആണെങ്കിലും കൈ കൊടുത്താൽ ഇങ്ങനെ തന്നെ കയറും. അപ്പോ അതൊരു ഹ്യൂജ് ഡിഫറൻസ് അല്ല. പിന്നെ മാത്രമല്ല, പ്രീമിയം പെട്രോൾ അടിക്കുമ്പോഴത്തേനും എനിക്ക് മൈലേജ് കുറയുകയാണ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ഹൈവേ ടൂറിങ് ആയതുകൊണ്ട് എനിക്ക് പ്രീമിയം പെട്രോൾ അടിക്കുമ്പോൾ മൈലേജ് കുറയുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ റൈഡിങ് സ്റ്റൈല് അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈലേജ് എന്ന് പറഞ്ഞ സാധനം ഇത് ഒരാൾക്ക് കിട്ടണതിന് വേറൊരാൾക്ക് കിട്ടണമെന്നില്ല. സെയിം വണ്ടി ഓടിച്ചാൽ പോലും അത് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്.
ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ ഉണ്ട്. അതായത് ഈ ആക്സിലറേറ്റർ കൊടുക്കുന്ന രീതി, ചിലര് ഭയങ്കര ലീനിയർ ആയിട്ടായിരിക്കും ആക്സിലറേറ്റർ കൊടുക്കുന്നത്, ചിലരാണ് ഇതുപോലെ സഡൻ ആയിട്ടായിരിക്കും ആക്സിലറേറ്റർ കൊടുക്കുന്നത്. അപ്പോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും ചിലർക്ക് ടോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലോവർ ഗിയേഴ്സ് പ്രിഫർ ചെയ്യും. ഒരു അമ്മ KSRTC. അപ്പൊ ഈ ലോവർ ഗിയേഴ്സ് പ്രിഫർ ചെയ്യുമ്പോഴത്തേനും എഞ്ചിൻ കൂടുതലായിട്ട് RPM റിവ്യൂ ചെയ്യും, എഞ്ചിൻ കൂടുതൽ റിവ്യൂ ചെയ്യും. അപ്പോ തീർച്ചയായിട്ടും കൂടുതൽ പെട്രോൾ ചിലവാകും. പിന്നെ ബ്രേക്കിംഗ്, ചിലർക്ക് നല്ല സ്പീഡിൽ പോയിട്ട് സഡൻ ബ്രേക്ക് അടിക്കും. അപ്പോഴൊക്കെ നമ്മുടെ ഈ എനർജി വേസ്റ്റ് ആയി പോവാണ്. എന്നാൽ നമ്മളൊരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആന്റിസിപ്പേറ്റ് ചെയ്ത് ബ്രേക്സ് കുറച്ച് പിടിച്ച്, ഐ മീൻ ഇപ്പൊ ഫ്രണ്ടിലൊരു വണ്ടി പോവാണ്, അപ്പൊ ബ്രേക്കിംഗ് വരേണ്ട സിറ്റുവേഷൻ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിപ്പോ ഇൻഡിക്കേറ്റർ ഇട്ട് അപ്പൊ സ്പീഡിൽ ഒരുപാട് പോവാതെ ഇപ്പൊ ഒരു വളവിലാണെങ്കിൽ ഒന്ന് സ്പീഡ് കുറയ്ക്കുക. അപ്പൊ ബ്രേക്കിംഗ് വളരെ സ്പീഡ് കുറക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അല്ല, ബ്രേക്കിംഗ് ആന്റിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ സഡൻ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കാം. ജസ്റ്റ് എഞ്ചിൻ ബ്രേക്കിംഗിൽ തന്നെ നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നണ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ്, ലൈക്ക് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ, അതായത് ആക്സിലറേറ്റർ കൊടുക്കുന്ന രീതി, ചിലർ സഡൻ ആയിട്ട് കൊടുക്കും, ചിലർ വളരെ പ്രോഗ്രസീവ് ആയിട്ട് കൊടുക്കും. പിന്നെ ബ്രേക്കിംഗ്, എപ്പോഴും സഡൻ ബ്രേക്ക് യൂസ് ചെയ്യാതിരിക്കുക, എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കുക. സ്ലോ ഡൗൺ ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ, ബ്രേക്ക് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ അത് ആന്റിസിപ്പേറ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ചെയിൻ സ്ലാക്ക്. ചെയിൻ എപ്പോഴും അതിന്റെ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ചെയിൻ സ്ലാക്കും മെയിൻറ്റെയിൻ ചെയ്യണം, ലൂബ്രിക്കേഷനും മെയിൻറ്റെയിൻ ചെയ്യണം. ചെയിൻ ഇതൊക്കെ എക്സ് റിങ്ങും ഓവർ റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ചെയിൻസ് ആണ് ഇപ്പൊ എല്ലാ വണ്ടികളിലും വരുന്നത്. അപ്പോ ഇതൊരു 500 കിലോമീറ്റേഴ്സിലെങ്കിലും ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം. ഇപ്പോഴത്തെ മഴക്കാലം ആയതുകൊണ്ട് ഈ ട്രയംഫിനൊക്കെ എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയത്ത് വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയിൻ ഡ്രൈ ആയി പോകും, നല്ലപോലെ ഡ്രൈ ആവും. അതായത് ഈ ചെളി മൊത്തം അടിച്ചു കയറുന്നത് ഈ ചെയിനിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 250 കിലോമീറ്റേഴ്സ് ഒക്കെ മാത്രമേ ഈ ചെയിനിൽ ലൂബ് നിൽക്കാറുള്ളൂ. അപ്പോ ചെയിൻ നല്ലപോലെ ലൂബ് ചെയ്യുക, ചെയിൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, ഇത് ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, കമ്പനി റെക്കമെൻഡ് ചെയ്ത അത്രയും എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. അതൊരു ഫാക്ടറാണ്. അതായത് ഇപ്പൊ ഈ വണ്ടിയുടെ എയർ പ്രഷർ എത്രയാണോ കമ്പനി മെയിൻറ്റെയിൻ പറഞ്ഞേക്കുന്നത്, ഇത് 25-33 ആണെന്നാണ് എന്റെ ഓർമ്മ. ഫ്രണ്ടില് 25, ബാക്കില് 33 അതാണെന്നാണ് എന്റെ ഓർമ്മ. എനിക്കറിയില്ല കേട്ടാ, ബാക്കിൽ 33 ആണ്, അതെനിക്കറിയാം. 25 ആണോ 26 ആണോ ഫ്രണ്ടിൽ എന്ന് അറിയില്ല. അപ്പോ കമ്പനി റെക്കമെൻഡഡ് ആയിട്ടുള്ള എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. അത് നമ്മുടെ ഈ ചെയിൻ കവറിന്റെ മേളിലുണ്ട്, അതാണ് ഞാൻ ഓർത്തിരിക്കാത്തത്. ചെയിൻ കവറിന്റെ മേളിൽ എത്ര PSI ആണെന്നുണ്ട്, 25 ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ കമന്റിൽ പറയാം. അപ്പോ ഈ കമ്പനി റെക്കമെൻഡഡ് ആയിട്ടുള്ള ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഭയങ്കര ഫാക്ടറാണ്. ഈ കമ്പനി റെക്കമെൻഡഡ് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടും, വണ്ടി സ്ലിപ്പ് ആവില്ല. മാത്രമല്ല അതാണ് ബെസ്റ്റ് മൈലേജും ബെസ്റ്റ് ഗ്രിപ്പും പോസിബിൾ ആയിട്ടുള്ള ടയർ പ്രഷർ. ഇപ്പൊ നമ്മൾ മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടി, അതായത് ഈ ടയറിലൊരു റോൾ ഓൺ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എയർ പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ റോൾ ഓൺ റെസിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കോണ്ടാക്ട് ഏരിയ കുറയുന്നതുകൊണ്ടാണ്. കോണ്ടാക്ട് ഏരിയ കുറയും, നമ്മുടെ സർഫസ് ഗ്രിപ്പി ആവില്ല, സർഫസിലേക്ക് ഈ ടയർ പ്രഷർ കൂടുതലായതുകൊണ്ട് ഗ്രിപ്പി ആവില്ല. അപ്പൊ ഈ റോൾ ഓൺ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് ഒരു സ്വല്പം കൂടുതൽ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് നമ്മൾ കൂടുതൽ എയർ പ്രഷർ അടിക്കും. മണ്ടത്തരാണ്, ചെയ്യരുത്. അങ്ങനെ എയർ പ്രഷർ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അപകടം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ കിട്ടുന്ന ബ്രേക്കിംഗ് അപ്പൊ കിട്ടില്ല. ഇപ്പൊ 25 ആണ് എയർ പ്രഷർ എങ്കിൽ നമ്മൾ 28-30 അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഒരു 2 PSI 3 PSI കൂടുതൽ അടിക്കുന്നതിന് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വലിയ പ്രശ്നമില്ല.
ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് അത് അത് എപ്പോഴാണ് റെലവെന്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്ത് അത് റെലവെന്റ് അല്ല, വലിയ കുഴപ്പമില്ല. റോഡ് ഡ്രൈ ആയി കിടക്കുമ്പോൾ അത് കാര്യമായി അതിന് റെലവൻസ് ഇല്ല. പക്ഷേ ഇതുപോലെ വെറ്റായി കിടക്കുന്ന സമയത്താണ് ഇതിന് റെലവൻസ് ഉള്ളത്. ഓരോ PSI അടിക്കുമ്പോഴും ഓരോ PSI കൂടുതലടിക്കുമ്പോഴും അല്ല എയർ പ്രഷർ കൂടുതലടിക്കുമ്പോഴും ഇതിന്റെ ഗ്രിപ്പ് കുറഞ്ഞു വരും. അത് ഈ വെറ്റ് കണ്ടീഷൻസിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രേക്കിംഗ് ചിലപ്പോൾ വണ്ടിക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അതെപ്പോഴും മൈൻഡിൽ വെക്കുക. പിന്നെ ഇതെല്ലാം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ കോൾഡ് ടയർ പ്രഷേഴ്സ് ആണ്. നമ്മൾ വണ്ടി ഓടി തുടങ്ങുന്നതിന് വണ്ടിയിലെ ടയറിന്റെ എയർ ഹോട്ടായി തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ടയർ പ്രഷേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ആളുടെ വീട്ടിലൊന്നും എയർ പമ്പൊന്നും ഇല്ലല്ലോ. സാധാരണ ആൾക്കാരുടെ വീടുകളിലൊന്നും ഈ എയർ പമ്പും ഒന്നും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഇതുപോലെ പ്രഷറിൽ എയർ അടിക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ ആയിരിക്കും സാധാരണ എയർ അടിക്കുന്നത്. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഇൻ കേസ് നമ്മൾ ഹോട്ട് എയർ ആണ് വണ്ടി കുറച്ച് ഓടിയിട്ടാണ് എയർ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഒരു 2 PSI എക്സ്ട്രാ അടിച്ചോ കുഴപ്പമില്ലാന്ന്. എന്റെ കാർ ടാറ്റയാണ്, അപ്പൊ ടാറ്റയുടെ മാനുവലില് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ കോൾഡ് സെറ്റ് പ്രഷർ അല്ല ചെയ്യുന്ന, കോൾഡ് സെറ്റിലല്ല ഓടുന്ന, ഇടക്ക് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഒരു 2 PSI റെക്കമെൻഡഡ് എയർ പ്രഷറിനേക്കാളും 2 PSI കൂടുതൽ അടിക്കാം, കുഴപ്പമില്ല. അത്ത 2 PSI അടിക്കാവൂ, അതിന് എബോ അടിക്കരുത്. ഓക്കെ, അപ്പോ അതാണ് ആ കാര്യം. അപ്പോ നമ്മൾ ഈ മൈലേജ് നല്ലപോലെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഹയർ ഗിയേഴ്സിൽ ഓടുക. ഇതുപോലത്തെ ഹൈവേകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല മൈലേജ് കിട്ടുള്ളൂ. ഇതുപോലത്തെ ഹൈവേകളിൽ മാത്രമേ നമുക്ക് നല്ല മൈലേജ് കിട്ടുള്ളൂ. അപ്പൊ ഹൈവേ പിടിച്ചാലേ മാക്സിമം മൈലേജ് കിട്ടും. അത് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല, നല്ല പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുക. ഇന്ത്യൻ ഓയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇതെല്ലാം ഫോളോ ചെയ്യുക. ചെയിൻ സ്ലാക്ക്, എയർ പ്രഷർ, ചെയിൻ ലൂബിങ്, പിന്നെ നമ്മുടെ ത്രോട്ടിൽ കൊടുക്കുന്ന രീതി, ഡ്രൈവിംഗ് സ്റ്റൈല് വളരെ അഗ്രസീവായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മൈലേജ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാക്സിമം ലോവർ ഗിയറിലിട്ട് ഓടിക്കാതിരിക്കുക, കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ചില ആൾക്കാർ വണ്ടി ഇട്ട് വലിപ്പിക്കാറുണ്ട്, അവരെ മാത്രമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നോർമൽ ആയിട്ട് ഒരു 4500 RPM അല്ലെങ്കിൽ ഒരു 5000 RPM ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല ഞാനീ പറയുന്നത്. വളരെ അഗ്രസീവായിട്ട് ഓടിക്കുന്ന ചില റൈഡേഴ്സ് ഉണ്ട്, അവർക്കാണ് ഒട്ടും മൈലേജ് കിട്ടാത്തത്. അവര് ഷിഫ്റ്റ് ചെയ്യുന്നതന്നെ വണ്ടി നല്ലപോലെ വലിപ്പിച്ചിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒട്ടും മൈലേജ് കിട്ടില്ല കേട്ടോ. മഴ പെയ്തു, ഗോപ്രോ അകത്ത് വെക്കാൻ സമയമായി. കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയായിരുന്നു. ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിയാണ്. ഇപ്പൊ കോട്ടയം ഭാഗമൊക്കെ കഴിഞ്ഞു, കോട്ടയം ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞു. നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞതാണ്. ഇപ്പോ സമയം 8:30. അപ്പോ ഫ്യൂവല് ലോ ആയിട്ടുണ്ട്, ട്രാവൻകൂട് ഓക്കെ സ്ഥലം. അത് കഴിഞ്ഞിപ്പോ അത്യാവശ്യം ഫ്യൂവല് ലോ ആയിട്ടുണ്ട്. ഞാനിപ്പോ ഏകദേശം അല്ല, എക്സാക്ട്ലി പറയാലോ, 263 കിലോമീറ്റേഴ്സ് ഓടിയിട്ടാ, ഫുൾ ടാങ്ക് അടിച്ചിട്ട് 263 ഓടി. ഞാൻ സാധാരണ ഒരു 250 കിലോമീറ്റേഴ്സ് ആകുമ്പോ ടോപ്പ് അപ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ഉണ്ട്, ഞാൻ കയറുന്നില്ല. HP പമ്പ് ഉണ്ടെങ്കിൽ കയറാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഓടോ 5000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. അപ്പൊ ഇപ്പൊ 264. ഇപ്പൊ ഈ വണ്ടി എങ്ങനെ വന്നാലും ഒരു 250 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഹൈവേ ഓടും. 250 നമ്മളിപ്പോ. പിന്നെ ഈ വണ്ടി ഓടോ ക്ലോക്ക് ചെയ്യുന്നതനുസരിച്ച് വണ്ടിയുടെ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ക്ലോസ് ടു 31 ഒക്കെ ഇപ്പൊ കിട്ടാറുണ്ട്. ഇപ്പൊ
ഇപ്പൊ ഞാൻ പയ്യെ ഓടിച്ചിട്ടാണ്. ഞാൻ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഗോപ്രോയിൽ ഒന്നും കേൾക്കില്ല, കാരണം ഭയങ്കര വിൻ നോയ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു HP പമ്പുണ്ട്, ഞാൻ ഇവിടെ കയറാൻ പോണേ. ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ഫുൾ ടാങ്ക്, ഫുൾ ടാങ്ക്, ഫുൾ ടാങ്ക്. നിറഞ്ഞ് നിറഞ്ഞ്. മതി മതി മതി, നിറഞ്ഞു. കാർഡ് അയച്ചു, കാർഡ്. 264.6, 8.997. ഓക്കെ, ഇന്നത്തെ ട്രിപ്പിൽ 29.4 ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇന്ന് ഈ തവണത്തെ ട്രിപ്പിൽ 29.4 ആണ് കേട്ടോ എനിക്ക് കിട്ടിയ മൈലേജ്. പക്ഷെ ചേച്ചി ആ ബ്രിമ്മിന് മേളില് പെട്രോൾ അടിച്ചായിരുന്നു, പക്ഷെ അത് നെഗ്ലിജിബിൾ ആണെന്ന് തോന്നുന്നു. ഓവർഫ്ലോ ആയി പോയി കാണും ചിലപ്പോ കുറച്ച്. എന്നാലും എനിക്ക് എപ്പോഴും ഇതുപോലെ തന്നെ അറൗണ്ട് 30 ആണ് എനിക്ക് മൈലേജ് കിട്ടണം. മാത്രമല്ല, ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള എറണാകുളം പോക്ക് എനിക്ക് ഇത്തിരി എമർജൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പതുക്കെയല്ല, നല്ല സ്പീഡിലാണ് വെച്ച് പൊളിച്ചത്. ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും അതെ, നേരം വെളുത്തു പോകുമല്ലോ, അല്ലെ ഭയങ്കര തിരക്കായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല പൊളി പൊളിച്ചാണ് വന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ അത്യാവശ്യം മൈലേജ് കുറഞ്ഞത്. അപ്പൊ അതുകൊണ്ടിട്ടാ കാരണം. കുഴപ്പമില്ല, ഈ ഫുൾ ടാങ്ക് തീരുമ്പോ ഞാൻ വേറെ ഫുൾ ടാങ്ക് കൂടെ അടിച്ചിട്ട് ആ മൈലേജ് ടെസ്റ്റ് കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമന്റിൽ ചേർക്കുന്നതായിരിക്കും കേട്ടോ. നല്ല മൈലേജ് കിട്ടും. ബിലോ 120, ഒരു ക്രൂസിംഗ് സ്പീഡ് 90 to 120 അടിപൊളിയായിരിക്കും. 90 ആണെന്ന് തോന്നുന്നത് ഏറ്റവും സൂപ്പർ മൈലേജ്. 90 to 100 ആണ് ഇതില് സ്പീഡ് ഇൻഡിക്കേറ്റഡ്. ഒബ്വിയസ്ലി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറർ ഉണ്ടാവും. ഇത് കുറച്ച് സ്പീഡ് ഓയിൽ ഇത്തിരി കൂടുതലായിരിക്കും ചിലപ്പോൾ കാണിക്കണം. 90 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 87 85 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ റിയൽ സ്പീഡ്. അപ്പോൾ ഇതില് 90 to ഒരു 100, ഇതിലൊരു 100 ആണ് ഈ വണ്ടിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന സ്പീഡ്. അതിൽ കുറവ് പോയാലും മൈലേജ് കുറയും, അതിനേക്കാളും കൂടിയാലും മൈലേജ് കുറയും. ഐ മീൻ ഒരു ബ്രോഡർ റേഞ്ച് പറയാനാണെങ്കിൽ ഒരു 80 to 120 ആണ് ഇതില് അടിപൊളി മൈലേജ് കിട്ടുന്ന ഒരു ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വണ്ടിക്ക് മൈലേജ് കിട്ടാൻ ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടി ആയിക്കോട്ടെ, മൈലേജ് നല്ലപോലെ കിട്ടാൻ നമ്മുടെ ത്രോട്ടില് ലീനിയർ ആയിട്ട് കൊടുക്കുക. പിന്നെ ബ്രേക്കിങ്, ചടപടാവുന്ന ബ്രേക്കിങ് ചെയ്യാണ്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ചെയിൻ സ്ലാക്ക് പ്രോപ്പർ ആണോ എന്ന് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ചെയിൻ നല്ലപോലെ ലൂബ് ചെയ്യുക. സൂപ്പറായിട്ട് ചെയിൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മൈലേജ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ടയർ പ്രഷർ. ഈ വണ്ടിക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് 25 ആണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ടയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 26 ആണ് കേട്ടോ. 26ഉം ഫ്രണ്ടിൽ, 33 ബാക്കിൽ. 26 ആൻഡ് 33 ഇതാണ് ഇതിന്റെ ടയർ പ്രഷർ. അപ്പോൾ അതുകൂടെ ഓർത്തിരുന്നാൽ നല്ലത് ഈ വണ്ടിയുടെ. ഞാൻ ഇൻ ജനറൽ ആയിട്ട് പറയാണ്, നമ്മളെ കമ്പനി റെക്കമെൻഡ് ചെയ്തേക്കുന്ന ടയർ പ്രഷർ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. അത് കോൾഡ് സെറ്റ് ടയർ പ്രഷറാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.